ദുബായ് നഗരമധ്യത്തിൽ 125 നിലകളുള്ള കൂറ്റൻ ഗോപുരത്തിന് മുകളിൽ ലാൻഡ് ചെയ്തിരിക്കുന്ന ഭീമൻ എയർബസ് A380 വിമാനം. ലോകത്തെ അമ്പരപ്പിച്ച ഈ ദുബായ് എയർ ഹോട്ടൽ വീഡിയോയുടെ സത്യാവസ്ഥ വെളിപ്പെടുത്തി എമിറേറ്റ്സ് എയർലൈൻ രംഗത്തെത്തി. 3.6 കോടിയിലേറെ പേർ കണ്ട ഈ ദൃശ്യങ്ങൾ പൂർണ്ണമായും AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നും ഇത്തരമൊരു പദ്ധതി നിലവിലില്ലെന്നും എമിറേറ്റ്സ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. 580 മീറ്റർ ഉയരമുള്ള ഗോപുരത്തിന് മുകളിൽ വിമാനം നിൽക്കുന്ന ഈ ദൃശ്യം കണ്ടാൽ ആരും വിശ്വസിച്ചു പോകുന്ന അത്രയും തന്മയത്വത്തോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം $300 കോടി ചെലവിൽ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഹോട്ടലുകളിൽ ഒന്നായി ഇത് മാറുമെന്ന തരത്തിലായിരുന്നു പ്രചാരണം. രാജ്യാന്തര വാർത്താ മാധ്യമങ്ങൾ പോലും ഇത് വാർത്തയാക്കിയതോടെ ലോകമെങ്ങും വലിയ ആവേശമാണ് ഉണ്ടായത്. സമൂഹ മാധ്യമത്തിൽ വൈറലായ ഈ വീഡിയോ വ്യാജ നിർമ്മിതിയാണെന്ന് എമിറേറ്റ്സ് വ്യക്തമാക്കിയിട്ടുണ്ട്. എമിറേറ്റ്സ് എയർ ഹോട്ടൽ എന്ന പേരിൽ പ്രചരിക്കുന്ന വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് പൂർണ്ണമായും കൃത്രിമമായി നിർമ്മിച്ചതാണെന്നും സത്യമല്ല എന്നും എമിറേറ്റ്സ് സ്ഥിരീകരിക്കുന്നതായി പ്രസ്താവനയിൽ പറഞ്ഞു. ഓഗസ്റ്റ് 21 ഒരു ഇൻസ്റ്റഗ്രാം പേജിലാണ് ഈ വീഡിയോ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. ആകാശത്ത് ഒഴുകി നടക്കുന്ന 7 സ്റ്റാർ ഹോട്ടൽ എന്ന കുറിപ്പോടെ വന്ന വീഡിയോയിൽ പിന്നീട് വാർത്താ ഏജൻസികൾ നിലകളുടെ എണ്ണവും ഉയരവുമെല്ലാം ഭാവനയിൽ ചേർക്കുകയായിരുന്നു. സാധാരണഗതിയിൽ അവിശ്വസനീയമെന്ന് തോന്നുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന ദുബായിയുടെ ചരിത്രമാണ് പലരെയും ഈ വീഡിയോ വിശ്വസിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമായ ബുർജ് ഖലീഫയും കടലിലെ പാം ഐലൻഡും നിർമ്മിച്ച ദുബായിൽ ഇതും സാധ്യമാകുമെന്ന് ജനങ്ങൾ കരുതി. കൂടാതെ നിലവിൽ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഹോട്ടലായ ദുബായ് മറീനയിലെ ഗോവോറ ഹോട്ടലിനേക്കാളും ഉയരമുള്ള ഒന്നായിരിക്കും ഇതെന്ന വാർത്തകളും പ്രചരിച്ചിരുന്നു. മുൻപും ഇതുപോലെ എമിറേറ്റ്സ് വിമാനം സാന്താക്ലോസിന്റെ വേഷമണിഞ്ഞും മറ്റു AI വീഡിയോകൾ ഇതേ പേജിൽ വന്നിട്ടുണ്ട്. ബുർജ് ഖലീഫയുടെ ചുവട്ടിലെ മഞ്ഞുപാളികൾ, ടൈറ്റാനിക് കപ്പലിന്റെ ആകൃതിയിലുള്ള ഹോട്ടലുകൾ തുടങ്ങി ഒട്ടേറെ ഭാവന സൃഷ്ടികൾ ഇവർ പങ്കുവെക്കാറുണ്ട്. സങ്കല്പവും യാഥാർത്ഥ്യവും തമ്മിലുള്ള അതിർവരമ്പുകൾ AI സാങ്കേതിക വിദ്യ എത്രത്തോളം മായ്ച്ചു കളയുന്നു എന്നതിന്റെ തെളിവായി മാറിയിരിക്കുകയാണ് ഈ സംഭവം.